പിന്നെ ഇതാണ് നമ്മുടെ നോർമലായിട്ടുള്ള ആപ്ലിക്കേഷൻസിൻ്റെ ഒരു ലോ ഔട്ട് എന്ന് പറയുന്നത്. നമുക്കിവിടെ ചെക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ കൊടുത്തേക്കുന്ന ചെക്ക് നമുക്ക് കിട്ടാനുള്ള ചെക്കും നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ടോട്ടൽ ഡ്യൂസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് ഓപ്പണായി വരും. അതുപോലെ നമ്മൾ സപ്ലയേഴ്സിൻ്റെയും ഡ്യൂസ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ക്യാഷ് ബാലൻസ് അല്ലെ ബാങ്ക് ബാലൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഓക്കെ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്, നമുക്ക് കൊട്ടേഷൻസ് എല്ലാം നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ ഓൾറെഡി ചെയ്തേക്കുന്ന കൊട്ടേഷൻ നമുക്ക് അതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പ്രിൻ്റ് എടുക്കാം. കൊട്ടേഷൻ നമുക്ക് മെയിലിലേക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ മെയിലിലേക്ക് ഡയറക്റ്റ് സെൻഡ് ചെയ്യാൻ പറ്റും. ഒരു ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പിന്നെ ഡെലിവറി നോട്ട് വേണമെങ്കിൽ ഡെലിവറി നോട്ട് ചെയ്യാൻ പറ്റും. പ്രൊഫോമ ഇൻവോയ്സ് വേണമെങ്കിൽ നമുക്ക് പ്രൊഫോമ ഇൻവോയ്സ് ചെയ്യാൻ പറ്റും. ഓൾറെഡി നമ്മൾ കൊട്ടേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കൊട്ടേഷൻ വേണമെങ്കിൽ നമുക്ക് പ്രൊഫോമ ഇൻവോയ്സിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് 5659 എന്ന് പറയുന്ന കൊട്ടേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പ്രൊഫോമ ഇൻവോയ്സ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ പ്രൊഫോമ ഇൻവോയ്സിൻ്റെ കൂടെ പോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊട്ടേഷനിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങോട്ടേക്ക് വരും പ്രൊഫോമ ഇൻവോയ്സിലേക്ക്. ജസ്റ്റ് നമ്മളിതിനകത്ത് ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്താൽ മതി. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്രൊഫോമ ഇൻവോയ്സ് നമുക്ക് ഇതിനകത്ത് പ്രിൻ്റായി കിട്ടും. ഓക്കെ, നമുക്ക് പ്രൊഫോമ ഇൻവോയ്സ് വേണമെങ്കിൽ നമുക്ക് വീണ്ടും അത് കഴിഞ്ഞിട്ട് ഇൻവോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ സെയിൽസിൻ്റെ സ്ക്രീന്. നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്. മോറിൽ പോയി കഴിഞ്ഞാൽ കൺവേർട്ട് പ്രൊഫോമ, ഇവിടെ പോയിട്ട് നമ്മൾ ആ പ്രൊഫോമ ഇൻവോയ്സ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ ഓൾറെഡി അത് പ്രൊഫോമ ഇൻവോയ്സ് ആക്കിക്കൊണ്ടാണ് ഡീറ്റെയിൽസ് വരാത്തത്. അല്ലെങ്കിൽ നമുക്ക് ആ പ്രൊഫോമ ഇൻവോയ്സ് നമുക്ക് ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. പ്രൊഫോമ ഇൻവോയ്സ് നമ്മൾ സേവ് ചെയ്തു. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ സെയിൽസിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഫോമ ഇൻവോയ്സ് ഡീറ്റെയിൽസ് ഇവിടെ വന്നു ജസ്റ്റ് സേവ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യാം. കൊട്ടേഷനിൽ നിന്ന് നമുക്ക് പ്രൊഫോമ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യാം. പ്രൊഫോമ ഇൻവോയ്സിൽ നിന്ന് നമുക്ക് സെയിൽസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു എൻട്രി മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ കൊട്ടേഷൻ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ആ കൊട്ടേഷനെ നമുക്ക് ജസ്റ്റ് കോൾ ചെയ്താൽ മതി പ്രൊഫോമ ഇൻവോയ്സ് ആക്കാനായിട്ട്. അതുപോലെ തന്നെ പ്രൊഫോമ ഇൻവോയ്സിനെ സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ജസ്റ്റ് ഇവിടെ പോയിട്ട് കോൾ ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് നമ്മുടെ സെയിൽസിൻ്റെ നോർമലായിട്ടുള്ള സ്ക്രീൻ. നമുക്കിവിടെ ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കിട്ടും. സ്റ്റോക്കും കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും. കോസ്റ്റ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, നമ്മൾ പ്രൈസും കാര്യങ്ങളും അടിക്കാം. നമുക്ക് ടോട്ടൽ ഇപ്പം റൗണ്ട് ചെയ്ത് ടാക്സ് അടക്കമുള്ള എമൗണ്ട് നമുക്കിവിടെ റൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ 50 ആക്കി കഴിഞ്ഞാൽ അങ്ങനെ റൗണ്ട് ചെയ്യാൻ പറ്റും. കസ്റ്റമേഴ്സിനെ നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ സാധാരണ ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ്, നമ്മൾ എമൗണ്ട് ഫുള്ളായിട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. റീകോൾ ചെയ്യണമെങ്കിൽ റീകോൾ ചെയ്യാം. അത് നമ്മൾ സേവ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഇൻവോയ്സ് നമുക്ക് ഈ മെയിലിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഐറ്റംസ് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്കിവിടെ വേറെ എന്തെങ്കിലും ഈ ഡിസ്ക്രിപ്ഷൻ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കൊട്ടേഷനും പ്രൊഫോമയൊക്കെ ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. സെയിൽസ് വ്യൂവിൽ നമുക്ക് ഡേറ്റ് വൈസ് കാണാൻ പറ്റും. ഓക്കെ, ഇനി കസ്റ്റമർ വൈസ് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ വൈസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു പർട്ടിക്കുലർ കസ്റ്റമറിന് മാത്രം കിട്ടും. പിന്നെ അവരുടെ അതിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് റിപ്പോർട്ടുകൾ ഇവിടെ ഉണ്ട്. അതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമ്മുടെ സ്റ്റോക്ക് പർച്ചേസ്, സ്റ്റോക്ക് വരുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി പർച്ചേസ് ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പർച്ചേസ് ഓർഡർ ജസ്റ്റ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസും കൂടി ഇങ്ങോട്ടേക്ക് വരും. ജസ്റ്റ് സേവ് ചെയ്താൽ മാത്രം മതി. ഡയറക്റ്റ് പർച്ചേസ് എൻട്രി അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റോക്ക് പർച്ചേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് എൻട്രി അടിക്കാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം സേവ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്കിലേക്ക് അത് വരും. പിന്നെ നമ്മുടെ ഡെയിലി എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എൻട്രി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഓരോ കൈൻഡ് ഓഫ് എക്സ്പെൻസുകളെല്ലാം നമുക്കിവിടെ എൻട്രി ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇൻവെൻറ്ററി പോയി കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് സ്റ്റോക്ക് എത്ര ഉണ്ടെന്നുള്ളതെല്ലാം കാണാൻ പറ്റും. നമ്മുടെ സ്റ്റോറിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്നുള്ളതെല്ലാം ഡീറ്റെയിൽസ് കാണാൻ പറ്റും.
നമുക്ക് സ്റ്റോക്ക് റിപ്പോർട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മുടെ നോർമലായിട്ടുള്ള സ്റ്റോക്ക് റിപ്പോർട്ട്. പിന്നെ റിപ്പോർട്ട് ഫിനാൻഷ്യലിനകത്ത് നമ്മുടെ ബാങ്ക് ഓർ ക്യാഷ് എൻട്രീസ്, എക്സ്പെൻസസ്, പിന്നെ വൗച്ചേഴ്സ് എൻട്രി ചെയ്യുന്നത്, ക്രെഡിറ്റ് കാർഡ് പോസ്റ്റിങ്, നമുക്ക് PDC കൊടുത്തിട്ടുണ്ടെങ്കിൽ PDC ക്ലിയറൻസ്, ചെക്ക് പ്രിൻറ്റ് ചെയ്യുന്ന, ഡോക്യുമെൻറ്റ് മാനേജ്മെൻറ്റ്, ബേസിക് എംപ്ലോയീസ് ഇൻഫർമേഷന്, പിന്നെ വാറ്റ് റിപ്പോർട്ട്സിനകത്ത് നമ്മുടെ സെയിൽസ് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ, കസ്റ്റമേഴ്സിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ്, സപ്ലയേഴ്സിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ്, എക്സ്പെൻസസിൻ്റെ റിപ്പോർട്ട്, പിന്നെ ഇൻവെൻട്രി, വെൻഡേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, കസ്റ്റമേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോർമൽ കേസിൽ വരുന്നത്. പിന്നെ നമ്മുടെ സപ്ലയേഴ്സിൻ്റെ സെറ്റിൽമെൻറ്റ്, കസ്റ്റമേഴ്സിൻ്റെ സെറ്റിൽമെൻറ്റ്, പർച്ചേസ് ഓർഡർ, ജനറൽ പർച്ചേസ്, പർച്ചേസ് ഡീറ്റെയിൽസ്, സെയിൽസ് ഡീറ്റെയിൽസ്, എക്സ്പെൻസിൻ്റെ ഡീറ്റെയിൽസ്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വരുന്നതാണ്.